പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഒരു മതമാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഇബാദത്തുകളെ പരാമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ സാമൂഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടുകൂടി ഉണർത്തിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വളരെ ഗൗരവത്തോടുകൂടിയും വളരെ വിശാലമായും പരിശുദ്ധ ഖുർആനും ഹദീസും ചർച്ച ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് മനുഷ്യൻ്റെ ദാമ്പത്യ ജീവിതം. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുമൊക്കെ പരിശുദ്ധ ഖുർആനും ഹദീസുകളും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ അതിനുള്ള ഏറ്റവും വലിയ മാതൃകയുമാണ്. എല്ലാ വിഷയങ്ങളിലേതും പോലെ ദീനുൽ ഇസ്ലാം ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു അടിസ്ഥാനമാണ് ഓരോരുത്തരും അവരവരുടെ കടമകൾ പൂർത്തിയാക്കുക, അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. നമുക്കിന്ന് വന്നുപോയ വലിയൊരു വീഴ്ചയാണ്. നാം അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് ശ്രമിക്കും, പക്ഷെ നമ്മുടെ കടമകൾ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ നാം വീഴ്ച വരുത്തുമെന്നുള്ളത്. മാതാപിതാക്കൾ മക്കളോടുള്ള കടമകളിൽ വീഴ്ച വരുത്തും, പക്ഷെ മക്കളിൽ നിന്ന് ലഭിക്കാനുള്ള അവകാശങ്ങൾ അത് ലഭിച്ചില്ലെങ്കിൽ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. മക്കൾ മാതാപിതാക്കളോടുള്ള കടമകളിൽ വീഴ്ച വരുത്തും, പക്ഷേ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി ലഭിക്കണമെന്ന വാശിയിൽ നിൽക്കുകയും ചെയ്യും. ഇതേ രീതിയിൽ തന്നെ ഭാര്യ തനിക്ക് ലഭിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും, ഭർത്താവ് തനിക്ക് ലഭിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. എന്നാൽ രണ്ടു കൂട്ടരും അവരവരുടെ കടമകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുകയും ചെയ്യും. ദീനുൽ ഇസ്ലാമിൻ്റെ ശൈലി പുരുഷന്മാരോട് അവരുടെ ബാധ്യതകൾ ഉണർത്തുക, സ്ത്രീകളോട് അവരുടെ ബാധ്യതകൾ ഉണർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ അവകാശങ്ങൾ ഇന്നതൊക്കെയാണ്, അത് നിങ്ങൾ നേടിയെടുക്കണം എന്നെവിടെയും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയില്ല. മറിച്ച് നിങ്ങളുടെ കടമകൾ, ബാധ്യതകൾ ഇന്നതാണ്, അത് നിങ്ങൾ പൂർത്തിയാക്കണം എന്നതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുക. കാരണം ഒരു ഭർത്താവ് എന്ന നിലയിൽ അവൻ്റെ കടമകൾ, ബാധ്യതകൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം അതിൽ നിന്ന് ലഭിക്കുകയാണ്. ഭാര്യയുടെ അവകാശങ്ങൾ അവിടെ പൂർത്തിയാക്കപ്പെടും. ഒരു സ്ത്രീ ഭർത്താവിനോടുള്ള തൻ്റെ കടമകളും ബാധ്യതകളും ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചാൽ ആ ഭർത്താവിൻ്റെ അവകാശങ്ങൾ അവിടെ പൂർത്തിയാക്കപ്പെടും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കടമകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ശൈലി. അതാണ് പരിശുദ്ധ ഖുർആനും ഹദീസും ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്ത് ശേഖരിക്കുന്നതിനായി സഹാബാക്കളിൽ നിന്നും ചിലരെ അയക്കുമായിരുന്നു. ആ സന്ദർഭത്തിൽ സക്കാത്ത് പിരിക്കാനായി പോകുന്നവരെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശങ്ങൾ, അതിൽ മുഴുവനും പറയുന്നത് ഇതാണ്: നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോയി സക്കാത്ത് വാങ്ങണം. നിങ്ങൾ എവിടെയെങ്കിലും നിന്നിട്ട് എല്ലാവരുടെയും സക്കാത്ത് അവിടേക്ക് കൊണ്ടുവരാൻ പറയരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിർബന്ധമായതിനേക്കാൾ അല്പം പോലും കൂടുതൽ വാങ്ങരുത്. അല്പമെങ്കിലും കൂടുതൽ നിങ്ങൾ നിർബന്ധിച്ച് വാങ്ങിയാൽ സക്കാത്ത് തരാതിരിക്കുന്നവർക്കുള്ള അത്ര തന്നെ ശിക്ഷ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ലഭിക്കും എന്നൊക്കെ അവരുടെ ബാധ്യതകളും കടമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തി. ശേഷം സക്കാത്ത് നൽകേണ്ട ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി: നിങ്ങളുടെ അടുക്കൽ സക്കാത്ത് വാങ്ങാൻ വരുന്നവർ, അവരെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ബഹുമാനിക്കണം. അവരെൻ്റെ ഭാഗത്തു നിന്നും നിയോഗിക്കപ്പെടുന്നവരാണ്. അവർ നിങ്ങളിൽ പൂർണ്ണ തൃപ്തരായിട്ട് വേണം എൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വരാൻ എന്നൊക്കെ അവരെ ഉണർത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ ഓരോരുത്തരോടും അവരുടെ ബാധ്യതകളും കടമകളും ഉണർത്തുക എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശൈലി.
അതുപോലെ തന്നെ ഈ വിഷയത്തിലും പുരുഷന്റെ ബാധ്യതകൾ എന്താണ്, സ്ത്രീക്ക് അവളുടെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ എന്താണ്, ഇതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ, അത് ഏത് ബന്ധമാണെങ്കിലും അവിടെ 100% നിയമങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കൽ ബുദ്ധിമുട്ടാണ്. മറിച്ച് നിയമങ്ങൾക്കും അപ്പുറം സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോഴാണ് ശരിയായ രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഒരു ഭർത്താവ് തനിക്ക് അവകാശപ്പെട്ടതെല്ലാം ലഭിക്കണമെന്ന് നിർബന്ധമാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ എനിക്ക് അവകാശപ്പെട്ടതെല്ലാം എനിക്ക് ലഭിക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമേ അല്ല. ദീനുൽ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച്, അടിസ്ഥാനപരമായ നിയമങ്ങൾ പരിഗണിച്ച് നോക്കിയാൽ, ഒരു സ്ത്രീക്ക് അവൾക്ക് ആവശ്യമായ ഭക്ഷണം നൽകുക എന്നുള്ളത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. സ്ത്രീക്ക് ആവശ്യമുള്ള ഭക്ഷണം അത് സ്ത്രീ പാചകം ചെയ്യേണ്ട ആവശ്യമില്ല, അവളുടെ ഭർത്താവ് നൽകുകയാണ് ചെയ്യേണ്ടത്. ഭർത്താവ് സ്വന്തത്തിനും മക്കൾക്കും ഭാര്യയ്ക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ മറുഭാഗത്ത് നോക്കിയാൽ, ഒരു സ്ത്രീക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ അവളുടെ ചികിത്സ നോക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനില്ല. ഇങ്ങനെ ചില നിയമങ്ങൾ, അത് കോടതി വിധികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ള ചില നിയമങ്ങളാണ്. ഇത്തരം നിയമങ്ങൾ നോക്കിക്കൊണ്ട് ഒരിക്കലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ചുരുക്കത്തിൽ ആർക്കും അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അവകാശങ്ങളിൽ അല്പം വിട്ടുവീഴ്ച ചെയ്യുകയും സ്നേഹത്തോടെയും പരസ്പരം മനസ്സിലാക്കി സഹകരണത്തോടെയും മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇതാണ് ദീനുൽ ഇസ്ലാം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് എത്ര ബാധ്യതകളുണ്ടോ അതുപോലെ അവർക്ക് അവകാശങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങൾക്കും ബാധ്യതകളുണ്ട്. ഇത് മനസ്സിലാക്കി പരസ്പരം ആ ബാധ്യതകൾ പൂർത്തിയാക്കുകയും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ, തങ്ങളുടെ ജീവിതത്തിലെ അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് സഹാബാക്കൾ തങ്ങളോടൊപ്പമുള്ള അറഫ മൈതാനിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം നടത്തി. ആ ഖുതുബയിൽ തങ്ങൾ ചില കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തു. ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തു. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു വസിയ്യത്താണ് ഇസ്തൗസു ബിൻ നിസാഇ ഖൈറ, സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്, നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്. നിങ്ങൾ അവരെ അള്ളാഹുവിൻ്റെ പേരിലുള്ള ഒരു കരാറിലൂടെ നിങ്ങളുടെ ഭാര്യമാരായി സ്വീകരിച്ചിരിക്കുകയാണ്. ആ ഒരു കരാറിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രധാനപ്പെട്ട ഖുതുബയിൽ തങ്ങളുടെ വസിയ്യത്ത് എന്ന രീതിയിൽ ഉണർത്തുകയുണ്ടായി. സഹീഹ് മുസ്ലിമിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തായ ഒരു ഹദീസ് വരുന്നുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്ലീസ് അവൻ്റെ സൈന്യത്തെ, അതായത് ശൈത്താന്മാരുടെ സംഘത്തെ ഒരുമിച്ച് കൂട്ടുന്ന അവരുടെ ചില സംഗമങ്ങളുണ്ട്. അത്തരം സന്ദർഭത്തിൽ ഇബ്ലീസ് അവൻ്റെ കീഴിലുള്ള മുഴുവൻ ശൈത്താന്മാരെയും മനുഷ്യരെ വഴിപിഴപ്പിക്കാനായി ലോകം മുഴുവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശൈത്താന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് ശൈത്താൻ അവരോട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ചോദിക്കും. ഇബ്ലീസ് ഓരോ ശൈത്താന്മാരും ചെയ്ത പ്രവർത്തനങ്ങൾ അവരോട് ചോദിക്കും. അവിടെ മനുഷ്യർക്കിടയിൽ ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കിയവർക്കാണ് ഇബ്ലീസിന്റെ അടുക്കൽ ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കുക. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരിൽ ഓരോ ശൈത്താന്മാർ വരും,
ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും. അടുത്ത ഷെയ്ത്താനോട് ചോദിക്കും, നീ എന്ത് ചെയ്തു? ആ ഷെയ്ത്താൻ പറയും, ഞാൻ ഇന്നയാളുടെ നമസ്കാരം നശിപ്പിച്ചു, ഇന്നയാളുടെ നോമ്പ് നശിപ്പിച്ചു, ഇന്നയാളെ കൊണ്ട് ഇന്ന തിന്മകൾ ചെയ്യിച്ചു. ഷെയ്ത്താൻ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവസാനം ഒരു ഷെയ്ത്താൻ വരും. അവൻ പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന അഹ്ലിഹി. നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിച്ചു പോയിരുന്ന ഒരു മനുഷ്യനും അവൻ്റെ ഭാര്യയും, അവർക്കിടയിൽ കയറി ഞാൻ പ്രശ്നമുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി. അവസാനം അവരെ രണ്ടുപേരെയും തമ്മിൽ പിരിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഷെയ്ത്താൻ, ആ മനുഷ്യൻ ഇബ്ലീസ്, ആ ഷെയ്ത്താനെ ആലിംഗനം ചെയ്തുകൊണ്ട് നീയാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തതെന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഇബ്ലീസിനും അവൻ്റെ ആളുകൾക്കും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് നല്ല രീതിയിൽ പോകുന്ന ഒരു ദാമ്പത്യ ബന്ധത്തെ തകർക്കുക എന്നുള്ളത്. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധത്തെ തകർക്കുക എന്നുള്ളത്. അബ്ഗദുൽ ഹലാൽ, ഹലാലുകളിൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈവാഹിക ബന്ധം തകരുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചത്. ഇനി നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഷെയ്ത്താൻ എത്രയധികം പരിശ്രമിക്കുന്നുണ്ടാകും. അവരുടെ ലോകത്ത് ഇബ്ലീസിന്റെ മുന്നിൽ ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കുന്ന പ്രവൃത്തിയാണ് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വഴക്കുണ്ടാക്കുക, പിരിക്കുക എന്നുള്ളത്. എന്നിരിക്കെ ഷെയ്ത്താൻ എത്രയധികം നമുക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ടാകും. മറുഭാഗത്ത് അതിനേക്കാൾ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടത്, ഈ ഷെയ്ത്താന്റെ ജോലി നമ്മിൽ പലരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നമുള്ളതായി തോന്നിയാൽ, ആരെങ്കിലും തമ്മിൽ സ്വാഭാവികമായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അതിൽ കയറി ഇടപെടാനും, ആ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കാനും, അല്ലെങ്കിൽ അവരുടെ പഴയകാല ചരിത്രങ്ങൾ പറഞ്ഞ് ആ പ്രശ്നത്തെ ഊതി വീർപ്പിക്കാനും നമുക്ക് വലിയ രസമാണ്. യഥാർത്ഥത്തിൽ ഷെയ്ത്താന്റെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയാകാനാണ് നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അതിനെ അള്ളാഹുവിനും റസൂലിനും തൃപ്തികരമായ രീതിയിൽ ഏറ്റവും പക്വതയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി അനുഭവപ്പെട്ടാൽ സാധിക്കുമെങ്കിൽ നാം അതിൽ ഇടപെടാതിരിക്കണം. കാരണം ഓരോ ഭർത്താവും ഭാര്യയും അവരുടെ ജീവിതം സ്വന്തം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. അതിനേറ്റവും യോഗ്യർ അവർ തന്നെയാണ്. അതിൽ പുറത്തു നിന്ന് ഒരാളും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. ഇനി നാം ഇടപെടേണ്ട സാഹചര്യം വന്നാൽ അതിന് കൃത്യമായ അറിവും പക്വതയും നമുക്കുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ പ്രശ്നം പരിഹരിച്ച് ആ ബന്ധത്തെ നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം പരിശ്രമിക്കണം. അതാണ് അള്ളാഹും റസൂലും ആഗ്രഹിക്കുന്നത്. മറിച്ചാണ് നമ്മുടെ പരിശ്രമമെങ്കിൽ അവിടെ നാം ഇബ്ലീസിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അത്ഭുതമായിട്ടാണ് അള്ളാഹു താല പറയുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു താല പറഞ്ഞത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഭാര്യമാരെ സൃഷ്ടിക്കുകയും എന്നിട്ട് നിങ്ങൾക്കിടയിൽ അവൻ സൗഹൃദവും സ്നേഹവും സ്ഥാപിക്കുകയും ചെയ്തു. മവദ്ദത്ത്, പരസ്പരമുള്ള സൗഹൃദം, വറഹ്മതൻ, പരസ്പരമുള്ള കാരുണ്യം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ നിശ്ചയിച്ചതാണ്, അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിനെ വിലമതിക്കുകയും സ്വന്തം ജീവിതത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് തകരുന്നെന്ന് തോന്നിയാൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിഹരിച്ച് ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതം നാം ഒന്ന് പഠിച്ചാൽ വളരെ മനോഹരമായ, തികച്ചും മാതൃകായോഗ്യമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം ആകെ ചുരുക്കം ഇതാണ്: ഭാര്യമാരിൽ നിന്നുള്ള എത്ര പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളും എത്ര മോശമായ പെരുമാറ്റങ്ങളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരുന്നു. ഓരോ ഭാര്യമാരിൽ നിന്നുമുള്ള ഓരോ സംഭവങ്ങളെങ്കിലും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വിഷമം ഉണ്ടാകേണ്ടിയിരുന്ന ചില സംഭവങ്ങൾ, പക്ഷേ അതിനെയൊക്കെ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നേരിടുകയും വളരെ നല്ല രീതിയിൽ അതിനെ ക്ഷമിച്ച് അവരെ സമാധാനിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഭാര്യമാരോട് ബന്ധം മുറിച്ചുകൊണ്ട് അല്പ ദിവസത്തേക്ക് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ നിന്നും മാറി താമസിച്ചിട്ടുണ്ട്. അത് ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർക്ക് ദുന്യാവിലെ സൗകര്യങ്ങൾ, ദുന്യാവിലെ വസ്തുക്കൾ, സാമ്പത്തികാവസ്ഥ അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അവരെ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പ ദിവസം മാറി താമസിച്ചിട്ടുണ്ട്. അത് പൊതുവായ രീതിയിൽ ആരോടും വ്യക്തിപരമായി ദേഷ്യപ്പെടുക പോലും ചെയ്യാതെ പൊതുവായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത തീരുമാനമാണ്. അതല്ലാത്തിടത്തോളം ഒരു ഭാര്യയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ വെറുപ്പുണ്ടാക്കുന്ന കാര്യം പറയുകയോ ഒരു രീതിയിലും അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾക്ക് എന്തെങ്കിലും ശിക്ഷ നൽകുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. അത്രയധികം ക്ഷമയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിട്ടുള്ളത് ഒരുപക്ഷെ ഭാര്യമാരോട് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. നമുക്കിന്ന് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുമ്പോൾ പോലും സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ ഈ സ്വഭാവങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവം പ്രകടമായിരുന്നത് തങ്ങളുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിലായിരുന്നു. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല യോഗ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഒരു മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നത് തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഭാര്യമാരോട് പെരുമാറുന്നവൻ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വളരെ മനോഹരമായ, നാം മാതൃകയാക്കേണ്ട അത്ഭുതകരമായ ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോടൊപ്പമുള്ള ജീവിതം. പല സന്ദർഭങ്ങളിലും മറ്റ് സഹാബാക്കൾക്ക് കണ്ടാൽ ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം മറ്റ് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും തങ്ങളുടെ മഹത്വവും മുന്നിൽ വെച്ച് നോക്കുമ്പോൾ അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ പോലും സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ തങ്ങളുടെ സ്ഥാനമോ മഹത്വമോ ഒന്നും നോക്കാതെ അവിടെ ഒരു സൗഹൃദത്തിന്റെ ബന്ധമായിരുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വജഅല ബൈനകും മവദ്ദതൻ, അല്ലാഹു നിങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം സ്ഥാപിച്ചു തന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഒരു സൗഹൃദത്തിന്റെ രീതിയിലുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് കാത്തു സൂക്ഷിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി, വളരെ സന്തോഷത്തോടുകൂടി മാതൃകായോഗ്യമായൊരു ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളിൽ പല സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയധികം ക്ഷമയോടുകൂടി പെരുമാറിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾ എടുത്ത് വലിച്ചെറിയുകയും ആ പാത്രം പൊട്ടിക്കുകയും ചെയ്തു. അവർക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൻ്റെ പേരിൽ ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താഴെ പോയ പലഹാരങ്ങളൊക്കെ എടുക്കുകയും അത് കണ്ടുകൊണ്ട് നിന്ന ആ അടിമസ്ത്രീയോട് പറയുകയും ചെയ്തു, നിങ്ങളുടെ ഉമ്മയ്ക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാര്യയ്ക്ക് ദേഷ്യം വന്നതുകൊണ്ട് ചെയ്തതാണ് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അത്രയധികം അവിവേകത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ തെറ്റായ രീതിയിലുള്ള പ്രവർത്തികൾ ഭാര്യമാരിൽ നിന്നുണ്ടാകുമ്പോൾ പോലും ഏറ്റവും നല്ല ക്ഷമയോടുകൂടി പെരുമാറുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാതൃക. ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വൈവാഹിക ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു തന്ന ഒരു വൈവാഹിക ജീവിതം, അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം പരസ്പരമുള്ള മനസ്സിലാക്കലും
ക്ഷമയും സഹകരണവുമാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ബന്ധങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ രീതിയിൽ ക്ഷമയും സഹനതയും മുറുകെ പിടിച്ച് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാ ബന്ധങ്ങളും ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.